ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പുതിയ ഡ്രാമയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദ ഗ്രേറ്റ് ഷമൻ ഗാഡുഷിം എന്ന് പറയുന്ന ഒരു കിടിലൻ ഹൊറർ ത്രില്ലർ ഡ്രാമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. മാത്രമല്ല ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സോങ്യോങ് എന്ന ഹൈസ്കൂളാണ്. അവിടെ കോറിഡോറിലൂടെ എന്തോ ഒരു അമാനുഷിക ശക്തി വരികയും ഒരു പെൺകുട്ടി അത് കണ്ട് പേടിച്ച് നിലവിളിച്ചോടുകയും ചെയ്യുന്നു. ഇത് ലൈറ്റുകളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം പേടിച്ചോടുന്നതിന്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ നായികയും നായകനും മുന്നോട്ട് വരുന്നു. നമ്മുടെ നായികയുടെ പേര് ഡൂഷിം എന്നാണ്, നായകന്റേത് വൂസു എന്നും. ഇവർക്ക് രണ്ടുപേർക്കും ഈ പ്രേതത്തെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനെ നേരിടാൻ വരുന്ന ഇവരോട് ആ പ്രേതം ചോദിക്കുന്നുണ്ട്, ഇത്തവണ എക്സാമിന് ഈ സ്കൂളിൽ അവസാനത്തെ റാങ്ക് വാങ്ങിച്ചിരിക്കുന്നത് ആരാണെന്ന്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൻസർ എനിക്ക് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് ആ പ്രേതം ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ഇവരാകട്ടെ അതിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ശക്തി കൊണ്ട് രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു വീഴുന്നു. താഴേക്ക് വീണ ഡൂഷിമാകട്ടെ അവളുടെ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. തന്റെ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്കൊരു നോർമൽ ലൈഫ് ലഭിക്കും, അതുവരെ തനിക്ക് പ്രേതങ്ങളെ കാണാൻ സാധിക്കും. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ നായിക ഡൂഷിമാകട്ടെ കുട്ടിയായിരുന്ന സമയത്ത് അവളുടെ ഗ്രാൻഡ്മയുടെ കൂടെ പുറത്തു പോയിരുന്നു. ആ ടൈമിൽ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ഹ്യൂൻസു എന്ന പയ്യനാകട്ടെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് അവളുടെ ഗ്രാൻഡ്മ കാണുന്നു. ആ പയ്യന്റെ ശരീരത്തിൽ പ്രേതം കയറി നിൽക്കുകയാണെന്ന് അവളുടെ ഗ്രാൻഡ്മയ്ക്ക് മനസ്സിലായി. അവനെ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിലേക്ക് പോകണം. അവര് ലിഫ്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. വയ്യാത്ത അവളുടെ അമ്മൂമ്മയാകട്ടെ അവളെയും പിടിച്ചുകൊണ്ട് ആ സ്റ്റെപ്പുകൾ കയറി പോകുന്നു. ഇവളുടെ ഗ്രാൻഡ്മ ഒരു ശമനായിരുന്നു. എന്ന് വെച്ചാൽ പ്രേതങ്ങളെ ഒഴിപ്പിക്കാനും കാണാനും ഒക്കെ കഴിവുള്ള സ്ത്രീ. കുടുംബപരമായിട്ട് ഇവർക്ക് ഈ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് മുകളിൽ നിന്ന ഹ്യൂൻസ് എന്ന പയ്യന്റെ ഫോൺ റിങ് ചെയ്യുന്നു. പെട്ടെന്ന് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. ആ നിമിഷം അവൻ ശരിക്കും പേടിച്ചുപോയി. താൻ എവിടെയാ കയറി നിൽക്കുന്നതെന്ന് പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. അവന്റെ അമ്മ അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എവിടെയാണ്? എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്റെ ഫ്രണ്ടിലേക്ക് വാന്ന്. ഞാൻ നിന്നെ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ പേടിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മരിച്ചു പോകും അമ്മയെന്ന്. അവന്റെ അമ്മ താഴെ നിന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ മുകളിലേക്ക് നോക്കിയതും ഇവനിങ്ങനെ ചാടാൻ നിൽക്കുന്ന കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. ആൾക്കാരെല്ലാം അവനോട് പറയുന്നുണ്ട് ചാടരുതെന്ന്. ആ നിമിഷം ആ പ്രേതം അവന്റെ ശരീരത്തിലേക്ക് വീണ്ടും കയറി. ഇവര് ഡൂഷിമിന്റെ ഗ്രാൻഡ്മയ്ക്കാകട്ടെ മുകളിലേക്ക് ഇനിയും സ്റ്റെപ്പ് കയറി പോകാൻ വയ്യ. അവരത്രയ്ക്ക് തളർന്നിരുന്നു. അവരാകട്ടെ ഡൂഷിമിനോട് പറയുന്നുണ്ട്, നിനക്ക് മാത്രമേ ആ പയ്യനെ രക്ഷിക്കാൻ സാധിക്കൂ. നീ എത്രയും പെട്ടെന്ന് പോയി ആ പ്രേതത്തെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന്. എന്നാൽ എനിക്കൊരു ശമനാകണ്ട എന്നും എനിക്ക് നിങ്ങളെപ്പോലെ ആകണ്ട എന്നും അവൾ വീണ്ടും വീണ്ടും പറയുന്നു. പക്ഷെ ഇനി മുതൽ നീയാണത് ചെയ്യേണ്ടതെന്നാണ് ഗ്രാൻഡ്മ പറയുന്നത്. എനിക്ക് ഗ്രാൻഡ്മയും അമ്മയും പോലെ ആകണ്ട, എനിക്കൊരു പ്രേതത്തെയും പിടിക്കണ്ട. എന്നാൽ നീ വിചാരിച്ചാൽ മാത്രമേ ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റൂ എന്ന് അവളുടെ ഗ്രാൻഡ്മ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവള് താഴേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ ഗ്രാൻഡ്മ വീണ്ടും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അവര് നല്ല അവശ നിലയിലായിരുന്നു. പക്ഷേ ഗ്രാൻഡ്മയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അവൾക്ക് തോന്നിയില്ല. അവൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗ്രാൻഡ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആ പ്രേതത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ച് അതിനെ പിടിക്കാനായിട്ടുള്ള വാക്കുകളെല്ലാം തന്നെ അവൾക്ക് ഗ്രാൻഡ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അത് ഉരുവിട്ടുകൊണ്ട് മുകളിലേക്ക് ഓടിക്കയറിപ്പോയി. എന്നാൽ അവളെ കണ്ടതും ആ പ്രേതം ആകട്ടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഗ്രാൻഡ്മ എവിടെ? നിന്റെ ഗ്രാൻഡ്മ എന്നെ പിടിക്കാൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്, ഞാൻ നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഗ്രാൻഡ്മ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ പ്രേതത്തിന് വലിയ രീതിയിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ നീ വെറും കുട്ടിയാണെന്നും നിന്റെ ഗ്രാൻഡ്മയുടെ ഒരു ശക്തി നിനക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രേതം അവളെ കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുമുട്ടാമെന്നാണ് ആ പ്രേതം പറയുന്നത്. നിനക്ക് 18 വയസ്സ് പൂർത്തിയാകില്ലേ, അപ്പോ ഞാൻ നിന്നെ കൊന്നിരിക്കും. എന്നിട്ട് ആ കൈവരിക്ക് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, നിനക്ക് ജീവനോടിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നല്ലപോലെ പഠിച്ച് ഗ്രേഡ് വാങ്ങിക്കോ. ഏറ്റവും കുറവ് ഗ്രേഡ് വാങ്ങുന്നവരെല്ലാം തന്നെ ഞാൻ കൊല്ലും. അതും പറഞ്ഞിട്ട് ഹ്യൂൻസു എന്ന പേരുള്ള ആ പയ്യന്റെ ബോഡിയുമായിട്ട് ആ പ്രേതം താഴേക്ക് ചാടി. അതോടെ സ്വന്തം അമ്മയുടെ ആൾക്കാരുടെ ഇടയിലേക്ക് വീണ് ഹ്യൂൻസ് മരിക്കുന്നു. തന്നെ കൊണ്ട് ആ പയ്യനെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഡൂഷിം ആകെ സങ്കടത്തിലായി. എന്നാൽ ഹ്യൂൻസു എന്ന പയ്യന്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയ ഈ പ്രേതത്തിനാകട്ടെ അധിക ദൂരം പോകാൻ പറ്റിയില്ല. നേരത്തെ നമ്മുടെ ഡൂഷിം പറഞ്ഞ ആ ഒരു മന്ത്രങ്ങളുണ്ടല്ലോ, അതവനെ ശരിക്കും വരിഞ്ഞു മുറുകിയിട്ടുണ്ടായിരുന്നു. അവളുടെ ശക്തി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രേതം ഇപ്പോഴാണ് ആ വലയത്തിനുള്ളായത്. അതും കണ്ടുകൊണ്ട് ആ ഗ്രാൻഡ്മ അവിടേക്ക് വരുന്നു. ഡൂഷിം അവളുടെ ശക്തി ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായതോടുകൂടി അവർ ഒരുപാട് സന്തോഷത്തോടുകൂടി ആ പ്രേതത്തെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സഞ്ചിയിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ആ പ്രേതം ഗ്രാൻഡ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഗ്രാൻഡ് ഡോട്ടറിന് 18 വയസ്സാകുന്ന ടൈമിൽ ഞാൻ അവളുടെ ശരീരത്തിൽ കയറും, അവളെ കൊല്ലും. അപ്പോഴേക്കും ഗ്രാൻഡ്മ മന്ത്രങ്ങൾ ചൊല്ലി ആ സഞ്ചിക്കുള്ളിലേക്ക് ആ പ്രേതത്തെ കയറ്റിയിരുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ മരിച്ചുപോയ ഹ്യൂൻസ് എന്ന് പറയുന്ന ആ പയ്യനില്ലേ, അവന്റെ ആത്മാവ് വന്നിട്ട് ഗ്രാൻഡ്മയോട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന്. ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഗ്രാൻഡ്മ പറയുന്നു. ആ സമയത്ത് ബാക്കിൽ ആരോ ഒളിഞ്ഞു നിൽക്കുന്നതായിട്ട് ആ ആത്മാവിന് തോന്നുന്നു. അവൻ പേടിക്കുന്ന കണ്ട് ഗ്രാൻഡ്മ തിരിഞ്ഞു നോക്കിയതും ആരോ വന്ന് ഗ്രാൻഡ്മയെ ആക്രമിച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സഞ്ചിയുമായിട്ട് പോയി. ഗ്രാൻഡ്മയുടെ നിലവിളി കേട്ടിട്ടാണ് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന ഡൂഷിം ഓടി വരുന്നത്. ഉത്തേറ്റ് കിടന്ന ഗ്രാൻഡ്മയെ കണ്ടുകൊണ്ട് സങ്കടത്തോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരാ ചെയ്തതെന്ന്. എന്നാൽ അവര് പറയുന്നുണ്ട്, നീ ഇന്ന് വലിയൊരു കാര്യമാ ചെയ്തത്. നീ ആ സ്പിരിറ്റിനെ പിടിച്ചു, പക്ഷേ എന്റെ മണ്ടത്തരം കൊണ്ട് എന്റെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു. അവർ മരിക്കുന്നതിന് മുമ്പ് അവളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ഒരു ഇവിൾ സ്പിരിറ്റും നിന്റെ അടുത്തേക്ക് വരാൻ നീ സമ്മതിക്കരുതെന്നും ഒക്കെ പറയുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം
ശേഷം അവളുടെ ഗ്രാൻഡ്മ മരിക്കുന്നു. അവളുടെ ഗ്രാൻഡ്മയുടെ ആത്മാവും ഹ്യൂൻസുവിന്റെ ആത്മാവും അവിടെ നിന്നും പോകുന്നതെല്ലാം തന്നെ ഡൂഷിം കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഈ ആത്മാക്കളെ എല്ലാം തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പുതിയ സ്കൂളിലേക്ക് വരുന്ന നമ്മുടെ നായികയായ ഡൂഷിമിനെയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്നു. മരിച്ചുപോയ ഏതോ ഒരു പയ്യന്റെ പ്രേതമാകട്ടെ അവളുടെ അടുത്തേക്ക് വരുന്നു. അത് അവളെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചുമ്മാ പേടിപ്പിക്കാതൊന്ന് പോയെന്ന് പറഞ്ഞിട്ട് അതിനോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നു. ഇവളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഇവളുടെ അമ്മ വരുന്നുണ്ട്. നിനക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയുമല്ലേ എന്ന് അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നു. എന്നാൽ അവൾ പറയുന്നുണ്ട് എനിക്ക് പ്രേതങ്ങളെ ഒന്നും കാണാൻ കഴിയില്ല എന്ന്. തനിക്കെങ്ങനെ കാണാൻ കഴിയുമെന്ന് അമ്മയോട് സമ്മതിച്ചു കഴിഞ്ഞാൽ അമ്മ തന്നെയും പിടിച്ച് അമ്മയെപ്പോലെയും ഗ്രാൻഡ്മയെ പോലെ ഒരു ശമനാക്കുമോ എന്ന് അവൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് അവൾ അമ്മയോട് എപ്പോഴും കള്ളം പറയും എനിക്ക് പ്രേതങ്ങളെ കാണാനോ കേൾക്കാനോ ഒന്നും തന്നെ കഴിയില്ല എന്ന്. അവളുടെ ഗ്രാൻഡ്മയ്ക്കും അവൾക്കും മാത്രമാണ് പ്രേതങ്ങളെ എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. അവളുടെ അമ്മയ്ക്ക് പ്രേതങ്ങളെ ഒഴിപ്പിക്കാനുള്ളൊരു കഴിവേ ഉള്ളൂ. ഇവളെ പോലെയും ഗ്രാൻഡ്മയും പോലെ എല്ലാ പ്രേതങ്ങളെയും ഒന്നും കാണാൻ പറ്റില്ല. അവളെയും കൊണ്ട് പുതിയ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവളുടെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നു. ഏതോ ഒരു കുട്ടിയുടെ ദേഹത്ത് പ്രേതം കയറിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ ബാധ ഒഴിപ്പിച്ചിട്ട് വേണം ഇവളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. എന്നാൽ താൻ അങ്ങോട്ടൊന്നും വരുന്നില്ല, എനിക്ക് സ്കൂളിൽ പോകാൻ ലേറ്റ് ആകുന്നു എന്ന് അവൾ പറഞ്ഞെങ്കിലും അവളുടെ അമ്മ അതൊന്നും കേൾക്കുന്നില്ല. പുതിയ സ്കൂളിലേക്ക് എന്നെ എന്തിനാ മാറ്റിയതെന്ന് അവളിടയ്ക്ക് അമ്മയോട് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിനേക്കാളും ഇതാണ് നല്ല സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവളെ ഇടയ്ക്ക് വെച്ച് മാറ്റിയിരിക്കുകയാണ്. അവൾക്കതൊന്നും തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇവരുടെ നിർബന്ധം കാരണമാണ് അവൾ പുതിയ സ്കൂളിലേക്ക് പോകാമെന്ന് സമ്മതിച്ചത് തന്നെ. ശരിക്കും നമ്മുടെ ഡൂഷിമാകട്ടെ ഇപ്പോൾ വരാനിരിക്കുന്ന സ്കൂളിലെ ആ സ്കൂളിലാണ് ആ പ്രേതബാധയുള്ളത്. ആ സ്കൂളിലെ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ ആ പ്രേതം കൊല്ലുമായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പലിനോട് അവിടുത്തെ സാറ് പറയുന്നുണ്ട് മാക്സിമം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം തന്നെ കുട്ടികൾക്ക് നല്ല റാങ്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ നല്ലപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പുതുതായിട്ടൊരു പെൺകുട്ടി ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടല്ലോ എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുമ്പോൾ ആ സാറ് പറയുന്നുണ്ട് നമ്മുടെ ചെയർമാന്റെ വൈഫില്ലേ ആ സ്ത്രീയുടെ ഉറ്റ സുഹൃത്തിന്റെ മകളാണത്. ചെയർമാന്റെ വൈഫ് ഒന്ന് റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് അവൾക്ക് അഡ്മിഷൻ ശരിയായത്. പുതിയ പെൺകുട്ടിയുടെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പലിനോട് ആ സാറ് പറയുന്നുണ്ട് അവൾക്ക് അച്ഛനില്ലാന്ന് തോന്നുന്നു, അവൾ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. അങ്ങനെ ആ സ്കൂളിൽ ഒരു ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടെ നമ്മുടെ നായകനായ വൂസു ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സ്കൂളിലെ തന്നെ ടോപ്പ് റാങ്ക് വാങ്ങിക്കുന്നത് അവനാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവിടുത്തെ ചെയർമാന്റെ മകൻ കൂടിയാണ് അവൻ. അതായത് ഇവന്റെ അമ്മയുടെ സുഹൃത്തായിരുന്നു നമ്മുടെ നായിക ഡൂഷിമിന്റെ അമ്മ. വൂസുവിന്റെ ഉറ്റ സുഹൃത്താണ് നാമ്. അവൻ പഠിത്തത്തിൽ പിന്നോട്ടാണ്. കണക്കിന് പോയി കഴിഞ്ഞാൽ ഇനി ഈ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിക്കാൻ പോകുന്നത് അവനായിരിക്കും. വൂസു എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട് ഇത്തവണ ഈ സ്കൂളിലെ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ആരെങ്കിലും ആണോ എന്ന്. സാറ് പറയുന്നുണ്ട് ഈ ക്ലാസ്സിൽ നിന്നല്ല എന്നാണ് തോന്നുന്നത്. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുന്നു. എല്ലാവരും ജനലിലൂടെ പോയി നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയാകട്ടെ താഴേക്ക് ചാടി മരിച്ചിരിക്കുന്നു. ജോങ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഇത്തവണ അവനാണ് ഏറ്റവും കുറവ് റാങ്ക് വാങ്ങിയിരിക്കുന്നത്. ഇത് കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ വൂസു. ആ സമയത്ത് ആ ക്ലാസ് റൂമിന്റെ ഡോർ തുറന്നുകൊണ്ട് നമ്മുടെ നായികയായ ഡൂഷിം വരുന്നു. അവളുടെ മുഖത്ത് എന്തൊക്കെയോ പാടുകളൊക്കെ ഉണ്ട്. അവൾ ആദ്യം നോക്കുന്നത് വൂസുവിന്റെ മുഖത്തേക്കാണ്. വൂസു അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. അവിടെയാണ് ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് ഡൂഷിമാകട്ടെ അവളുടെ അമ്മയുടെ കൂടെ ഒരു കുട്ടിയുടെ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോയില്ലേ, ആ സീനാണ്. അവളുടെ അമ്മ ബാധ ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ ആ പ്രേതം ആ കുട്ടിയുടെ ശരീരത്തിൽ കയറിയിട്ട് അവളുടെ അമ്മയെ ഉപദ്രവിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവൾ അവിടെ ഓടി വരുന്നു. അവൾ ആ പയ്യനെ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോൾ ആ പ്രേതമാകട്ടെ അവളെ വലിച്ചു ദൂരേക്ക് അറിയുന്നു. പിന്നെ ആ പ്രേതവും അവളും തമ്മിലൊരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. വീണ്ടും എണീക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവള് പറയുന്നുണ്ട് നീ ഈ ബോഡിയിൽ കയറിയിട്ട് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകാൻ. അപ്പോഴേക്കും ആ പയ്യന്റെ ബോഡിയിൽ നിന്നും ആ ആത്മാവ് ഇറങ്ങിപ്പോയി. അമ്മയുടെ ബാധ ഒഴിപ്പിക്കൽ കാരണം ഞാൻ സ്കൂളിലേക്ക് പോകാൻ ലേറ്റായെന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യത്തോടെയാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. ഇനി വീണ്ടും ആ സ്കൂളിലെ സീൻ കാണിക്കുകയാണ്. ആ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിയ പയ്യൻ താഴേക്ക് വീണ് മരിച്ചു എന്ന് കണ്ടിട്ട് എല്ലാവരും ജനലിലൂടെ നോക്കി നിൽക്കുമ്പോഴാണല്ലോ നമ്മുടെ ഡൂഷിം അവിടേക്ക് കയറി വരുന്നത്. അവിടെ നടക്കുന്നതെല്ലാം കണ്ട് അവളും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. സാർ എല്ലാവരോടും അവരവരുടെ സീറ്റിൽ പോയി ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് പുതുതായിട്ട് വന്ന കുട്ടിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിന്റെ ഫേസിൽ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണെന്ന് അവള് കള്ളം പറയുന്നു. ഡൂഷിം തന്റെ സീറ്റിലേക്ക് വന്നിരുന്നതും വൂസു ആകട്ടെ അവളെ വല്ലാതെ നോക്കുന്നുണ്ട്. ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നായിരുന്നു ഡൂഷിം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്റർവെൽ ടൈമില് ഡൂഷിം പുറത്തേക്ക് ഇറങ്ങിയപ്പം ജോങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാകട്ടെ അവളോട് വന്ന് സംസാരിക്കുന്നു. പുതിയ കുട്ടിയിലെ നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നീ പഠിത്തത്തിൽ മിടുക്കിയാണോ എന്ന് അവള് ചോദിക്കുന്നു. എന്താ അങ്ങനെ ചോദിച്ചെന്ന് ഡൂഷിം ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് കുറച്ചുനാളെ നിന്നെ എന്റെ ഫ്രണ്ടാക്കി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നീ പഠിത്തത്തിൽ പിന്നോട്ടാണെങ്കിൽ നീ അധികകാലം ജീവിച്ചിരിക്കില്ല. നിനക്ക് ഈ സ്കൂളിന്റെ ചരിത്രമൊന്നും അറിയില്ലേ. ഇവിടെ ഏറ്റവും കുറവ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളെല്ലാം തന്നെ മരിച്ചു പോകും. നീ വന്ന ടൈമിൽ ഒരു കുട്ടി മരിച്ചില്ലേ, അവനും അങ്ങനെ മരിച്ചതാണ്. ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിച്ച കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതാണോ എന്ന് ഡൂഷിം ചോദിക്കുമ്പോൾ അത് ആത്മഹത്യയൊന്നുമല്ല, അതിനെക്കുറിച്ചൊക്കെ നീ വഴി അറിഞ്ഞോളും. ചാകണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ജോങ് അവിടെ നിന്നും പോകുന്നത്. നമ്മുടെ ഈ ജോങ്ങിന് നായകൻ വൂസുവിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അവനെ തന്റെ ബോയ് ഫ്രണ്ട് ആക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഇവിടെ ആ കുട്ടി മരിച്ചതിനെ പറ്റി ടീച്ചേഴ്സ് എല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. അവന് വീട്ടിലൊരു പ്രശ്നവുമില്ല. അവൻ
അവന്റെ ലൈഫിൽ ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ലാസ്റ്റ് റാങ്ക് വാങ്ങിച്ചു എന്ന് വരുത്തിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തതുമല്ല. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ആണെന്ന് ടീച്ചേഴ്സ് എല്ലാം തന്നെ സംസാരിക്കുന്നു. എന്നാൽ അവിടുത്തെ മെയിൻ ടീച്ചർ ആകട്ടെ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചുമ്മാ അതും ഇതും ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അവന് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അല്ലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണ് അവൻ വന്നത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാൻ. ഇവിടെ വൂസു ആകട്ടെ അവന്റെ കൂട്ടുകാരൻ നാമനെയും കൂട്ടിയിട്ട് ആ ടെറസിന്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്നും ചാടിയാണല്ലോ ആ പയ്യൻ മരിച്ചത്. അവിടെ എന്താ നടന്നെന്നൊക്കെ നോക്കുന്നു. അവിടെ എല്ലാം തന്നെ ബ്ലഡ് പറ്റിയിരിപ്പുണ്ടായിരുന്നു. എന്തൊക്കെ പിടിവലി നടന്ന പോലൊക്കെ അവന് തോന്നുന്നുണ്ട്. നാം വൂസുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നത്? എന്നാൽ വൂസു പറയുന്നുണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ നീയും ലാസ്റ്റ് റാങ്ക് ആയിരിക്കും അടുത്ത എക്സാമിൽ വാങ്ങിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നീ മര്യാദയ്ക്ക് നല്ല പോലെ പഠിച്ചോ. ഇവിടെ നമ്മുടെ ഡൂഷിമാകട്ടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോലും അവൾ ഒളിച്ചും പാത്തുമാണ് കയറുന്നത്. കാരണം താനൊരു ഷമന്റെ മകളാണെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. തന്നെ ആ രീതിയിൽ ആൾക്കാർ കാണുമോ എന്നും അതിന്റെ പേരിൽ തന്നെ കളിയാക്കുമോ എന്നും ഒക്കെ അവൾക്ക് പേടിയുണ്ടായിരുന്നു. അവൾ ആകെ വല്ലാതെ വരുന്ന കണ്ടിട്ട് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. സ്കൂളിലൊരു പയ്യൻ സൂയിസൈഡ് ചെയ്തു എന്ന് അവൾ പറയുന്നു. സൂയിസൈഡോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്കൂളിൽ എന്തോ കുഴപ്പമുണ്ട്, പ്രേതങ്ങളാണെന്ന് തോന്നുന്നു എന്നാണ് അവൾ പറയുന്നത്. നിനക്ക് പ്രേതങ്ങളെ കാണാനും അതിനെയൊക്കെ പിടിച്ചു കെട്ടാനുള്ള കഴിവുണ്ടെന്ന് നീ എത്ര കാലം മറച്ചു വെക്കുമെന്ന് അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒരു ശമനാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ആയത്. ഒരു ശമനാകുക എന്നത് എന്റെ വിധിയായിരുന്നു. പക്ഷെ അമ്മയെ പോലെയും ഗ്രാൻഡ്മയെ പോലെയും ഞാൻ ശമനാകില്ല എന്ന് തന്നെ അവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ മറ്റേ ഹ്യൂൻസ് എന്ന് പറയുന്ന പയ്യനില്ലേ, അവന്റെ പ്രേതം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെപ്പോഴും അവളുടെ പിറകെ തന്നെയാണ്. രാവിലെ അവളുടെ അമ്മ ഒരു ബാധ ഒഴിപ്പിക്കാൻ പോയില്ലേ, ആ പയ്യന്റെ ദേഹത്തും കയറിക്കൂടിയത് ഈ ഹ്യൂൻസിന്റെ പ്രേതമായിരുന്നു. അവന് നമ്മുടെ ഡൂഷിമിനെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. അവന് സ്വന്തം അമ്മയെ കാണണം. തനിക്ക് അമ്മയുണ്ടെന്ന് മാത്രമേ അവൻ അറിയൂ. പക്ഷെ അമ്മ എവിടെയാണെന്നോ അമ്മയുടെ പേരോ ഒന്നും തന്നെ ഈ ആത്മാവിന് ഓർമ്മയില്ല. അത് ഡൂഷും കണ്ടുപിടിച്ച് കൊടുത്തെങ്കിലേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവളുടെ ഹെൽപ്പും തേടി ഇങ്ങനെ നടക്കുന്നത്. 10 വർഷമായിട്ട് ഞാൻ നിന്റെ പിറകെ നടക്കുക, ഇനിയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആ പ്രേതം അവളോട് പറയുന്നു. എന്നോട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ വേണമെങ്കിൽ എന്റെ അമ്മയോട് പോയി ഹെൽപ്പ് ചോദിക്കാനാണ് അവള് പറയുന്നത്. ആ സമയത്ത് അവളുടെ അമ്മയാകട്ടെ ആ ചെയർമാന്റെ വൈഫിനെ വിളിച്ചിട്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. തന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്നൊക്കെ ചോദിക്കുന്നു. എവിടെ പ്രേതങ്ങളെ പറ്റി കേട്ടാലും അതിനെയൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ചാടിപ്പുറപ്പെടുന്നത് നമ്മുടെ ഡൂഷിമിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ പെട്ടെന്ന് ഫോൺ വാങ്ങി കട്ട് ചെയ്യുന്നു. എന്നെ ഈ സ്കൂളിലേക്ക് അമ്മ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയത് തന്നെ ഇതിനു വേണ്ടിയാണോന്ന് പോലും അവൾ ചോദിക്കുന്നു. കാരണം ഈ സ്കൂളിൽ നിന്ന് അമ്മയ്ക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാൻ സാധ്യതയുണ്ട്. അവളുടെ ആ ചോദ്യത്തിനൊന്നും തന്നെ അവളുടെ അമ്മ ഒരു ഉത്തരവും പറയുന്നില്ല. ഇവിടെ നമ്മുടെ വൂസു ആകട്ടെ തന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. അവന്റെ അമ്മയാകട്ടെ അവനോട് പറയുന്നുണ്ട്, നിന്റെ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തില്ലേ ആ ഡൂഷിം, അവൾ എന്റെ കൂട്ടുകാരിയുടെ മകളാ. അതായത് ആ കുട്ടി ഒരു ശമനന്റെ മകളാണ്. ആ പെൺകുട്ടിക്കും ഒരുപാട് മിസ്റ്റീരിയസ് പവേഴ്സ് ഉണ്ടെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അവൾക്ക് പ്രേതങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാ പറയുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് വൂസു പറയുന്നുണ്ട്, ഇതൊക്കെ ചുമ്മാ ആൾക്കാർ പറയുന്നതായിരിക്കും, എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നീ അവളോട് ഹെൽപ്പ് ചോദിച്ചാൽ മതി, അവൾ നിന്നെ സഹായിക്കുമായിരിക്കും എന്നൊക്കെ അവന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇതെല്ലാം അവരുടെ പ്ലാനിങ് ആയിരിക്കും. അവൾ എന്റെ മേലൊരു നോട്ടം ഇട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തെങ്കിലും വീടായിട്ട് ചെയ്യുകയാണെങ്കിൽ അമ്മയോട് വന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രേതബാധ കൂടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിപ്പിക്കാൻ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും. അതായിരിക്കും ഇവരുടെ പ്ലാനിങ്. എന്നാൽ അവർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവന്റെ അമ്മ പറയുന്നു. പിന്നീട് വൂസു ആകട്ടെ നാമനെ കാണാൻ പോകുന്നുണ്ട്. അവന്റെ അമ്മയാകട്ടെ ചെറിയൊരു ഷോപ്പ് നടത്തിയാണ് ഇവനെ പഠിക്കാനൊക്കെ വിടുന്നത്. നീ നന്നായിട്ട് പഠിക്കണമെന്നും നിനക്കുള്ള നോട്ട്സുമായിട്ട് ഞാൻ വന്നത്, ഇത് മാത്രം പഠിച്ചാൽ മതി, നീ എക്സാമിന് പാസ്സായിക്കൊള്ളും എന്നൊക്കെ അവൻ പറയുന്നു. പിറ്റേന്ന് നമ്മുടെ ഡൂഷും സ്കൂളിലെത്തി കഴിയുമ്പോൾ ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, തലേന്നൊരു കുട്ടി മരിച്ചില്ലേ, ആ കുട്ടി മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡൂഷും അടുത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇനി ഇവളെങ്ങാനുമാണ് ആ കുട്ടിയെ തള്ളിയിട്ട് കൊന്നത്. കാരണം ഇന്നലെ അവളെ കണ്ടപ്പോ തന്നെ അവൾ ആരുമായിട്ടോ പിടിവലി കൂടിയിട്ട് വന്ന പോലെ തോന്നിയത്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു നമ്മുടെ ഡൂഷിം. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും വൂസു അവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും ജോങ്ങും അവളുടെ അടുത്തേക്ക് വന്നു. വൂസു ആകട്ടെ വൂസു ഡൂഷിമിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കോമ്പാറ്റബിലിറ്റി പറയാൻ അറിയാമോ? ഞാനും ഇവളും തമ്മിൽ എത്രത്തോളം മാച്ച് ഉണ്ടെന്ന് നീ ഒന്ന് പറ. അവൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവൾ ആകെ വല്ലാതെയായി. അവളുടെ ചുറ്റും വേറെന്തൊക്കെയോ നടക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവളുടെ ചുറ്റുമുള്ള കൂട്ടുകാരെല്ലാം തന്നെ അവളൊരു ശമനാണെന്ന് മനസ്സിലാക്കിയോ എന്നൊരു ഡൗട്ട് അവൾക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ വന്ന് ചോദിക്കേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ കളിയാക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയൊക്കെ നടക്കുന്നത് അവൾ മനസ്സിലാലോചിച്ചുകൊണ്ട് ആകെ ദേഷ്യത്തിലായി. നിർത്തുന്ന പറഞ്ഞുകൊണ്ട് അവൾ അലറി വിളിക്കുന്നു. അപ്പോഴാണ് താൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത്. നീ എന്തിനാ ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ബാക്കി കുട്ടികൾ ചോദിക്കുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഗ്രാൻഡ്മ മരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. തനിക്ക് 18 വയസ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്റെ ലൈഫ് ഡേഞ്ചറിലാകും. പിന്നെ ഒരു നിമിഷം അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ തന്റെ ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും വൂസുവിന്റെ ദേഹത്ത് അറിയാതെ തട്ടിയിട്ടാണ് അവൾ പോകുന്നത്. അപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു ആത്മാവ് വന്ന് കയറുന്നതായിട്ട് കാണിക്കുന്നു. ആ നിമിഷം വൂസു അവളെ പിടിച്ചു നിർത്തുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതെന്താ ഈ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ബാക്കി കുട്ടികളെല്ലാം തന്നെ വിചാരിച്ചിരിക്കുന്നത് വൂസു അവളെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാണ്. എന്നാൽ വൂസുവിന്റെ ശരീരത്തിലേക്ക് കയറിയ ആത്മാവിന്റെ പണിയായിരുന്നു ഇതെല്ലാം തന്നെ. അവൻ പോലും അറിയാതെയാണ് അവൻ അവളെ കെട്ടിപ്പിടിച്ചത്. അവൾ
അവിടെയാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. മാത്രമല്ല തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.